ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മൾ കൃഷ്ണകുമാർ ഫാമിലിത്തെ ഒരു കാര്യമാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അഹാനയുടെ സമയം വല്ലാത്തൊരു സമയമാണ് കേട്ടോ. കാരണം ഇത് ഇറങ്ങാനൊരു ടൈം കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒന്ന് വീണ്ടും എല്ലാവരും കൂടി ഒന്ന് എയറിൽ കയറിയതാണ് ഇപ്പോൾ സിന്ധു കൃഷ്ണയുടെ പുതിയ വ്ളോഗ് വന്നതിന് ശേഷം. അപ്പോൾ അതിന് ശേഷം തന്നെ ഇതിപ്പോൾ ഓമിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ അതിൽ ദിയ ഒരു വീഡിയോ ഇടുകയും അതിൽ വീണ്ടും എയറിലായിട്ടുണ്ട് അഹാന നമ്മുടെ അമ്മൂമ്മയ്ക്ക് അയച്ച മെസ്സേജൊക്കെ അമ്മൂമ്മയുടെ ലൈവ് റിയാക്ഷൻ തൻവി എടുത്ത് വിട്ടതാണ്. അതിൽ അഹാന അമ്മൂമ്മയ്ക്ക് അയച്ച മെസ്സേജ് അമ്മൂമ്മയുടെ വായു കൊണ്ട് തന്നെ വായിച്ച് കേൾപ്പിച്ചതാണ് നമ്മളെല്ലാവരും. അതിലെഴുതിയതാണ് ഇനി എനിക്കൊരു അമ്മൂമ്മ, അത് അപ്പച്ചി, എന്നിട്ടൊരു സെൽഫിയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തതാണ്. ഇനി ഇവരില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവങ്ങളൊക്കെ അയച്ചു കൊടുത്തതാണ്. ഇപ്പോൾ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു ക്ലിപ്പ് വരികയും ആ ക്ലിപ്പ് അവർ ഡിലീറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇവരെല്ലാവരും നല്ല കോസ്റ്റ്യൂംസും ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട് ബർത്ത്ഡേ സെലിബ്രേഷന് അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ അപ്പച്ചി ഒരു സാധാരണ വീട്ടിലുള്ള സാധാരണ ആൾക്കാരെ പോലെയുള്ള ഒരു വേഷം ഇട്ടിട്ട് സാരി ഉടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവരെ പോലെ എസ്തെറ്റിക്കലി മാച്ചിങ് സംഭവമൊന്നുമല്ല. അപ്പോൾ ഫ്രെയിമിൽ നല്ല ഫോട്ടോസും കാര്യങ്ങളെല്ലാം ക്യാമറാമാൻ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് അപ്പച്ചിയുടെ അടുത്ത് അഹാൻ അവിടെ പോയി നിന്നിട്ട് കാണുമെന്ന് പറയാം. എന്തുദ്ദേശത്തിനാണെന്ന് എനിക്കറിയില്ല. അവരൊക്കെ ഫോട്ടോ എടുക്കട്ടെ. ആ ഒരു സന്ദർഭത്തിൽ ആ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അതൊക്കെ കഴിഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇൻഡിവിജ്വലി ഫോട്ടോ എടുക്കാമല്ലോ. കുറച്ചൊരു മനസ്സിലൊരു അലുവെല്ലാം വേണ്ടേ? ഫോട്ടോസും എസ്തെറ്റിക്സും മാത്രം മതിയോ ജീവിതത്തിൽ? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഇനി ഇതേപോലെ സോഷ്യൽ മീഡിയ മാത്രം മനസ്സിൽ കണ്ട് ജീവിക്കുന്ന ആൾക്കാരുടെ മനസ്സൊക്കെ ഇങ്ങനെ ആയിപ്പോകുമെന്നുള്ള കാര്യം സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കേണ്ടി വരും. കാരണം അവർക്കൊക്കെ എല്ലാം എസ്തെറ്റിക്കലി ക്യാപ്ചർ ചെയ്യണം. ഭംഗിയില്ലാത്ത ആൾക്കാർ, ഔട്ട്ഫിറ്റ് ശരിയില്ലാത്ത ആൾക്കാർ അടുത്ത് വന്ന് നിൽക്കരുത് എന്നുള്ള ഒരു തരത്തിലൊക്കെയാണോ ഇവരുടെയൊക്കെ ചിന്താ രീതി എന്നുള്ള കാര്യമൊക്കെ ഇറ്റ്സ് വെരി ഡൗട്ട്ഫുൾ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാം സാധാരണക്കാരല്ലേ. നമ്മളൊന്നും ഒരിക്കലും പോയിട്ട് അങ്ങോട്ടേക്ക് മാറി നിൽക്കുക, നമ്മൾ ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയില്ലല്ലോ പോയിട്ട്. ഓരോ ആൾക്കാർക്ക് അവർക്ക് ഇനി ഇപ്പോൾ ഇൻഡിവിജ്വലി ഫോട്ടോ വേണമെങ്കിൽ അവസാനം അതിന് കുട്ടീനെ പിടിച്ചിട്ടോ അങ്ങനെയൊക്കെ എടുക്കാം. നമ്മുടെ കൂടെ തന്നെ നിങ്ങളെ വീഡിയോസ് കാണുന്ന ആൾക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കുന്ന ഒരാളാണ് അപ്പച്ചി എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ആ ഒരു പൊസിഷനും പ്രിവിലേജും നിങ്ങളെ വീട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ഉള്ള പോലെ തന്നെ അവർക്കും കിട്ടേണ്ടതല്ലേ. ചിലപ്പോൾ അവർക്കതിനെ കൊണ്ട് കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം സാധാരണ പാവപ്പെട്ട മനുഷ്യർക്കൊന്നും അങ്ങനെയൊന്നും കംപ്ലയിൻസ് ഒന്നും വെച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നിലോട്ടേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് പല സാഹചര്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരങ്ങനെ കംപ്ലയിൻസ് ഒന്നും വെക്കാൻ പോകുന്നില്ല. പക്ഷെ ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒരു വീഡിയോ ഇറക്കി വിടുമ്പോൾ ഡെഫിനറ്റ്ലി പീപ്പിൾ വിൽ ആസ്ക്. അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നും. അപ്പോൾ കമൻസ് ആയിട്ടൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യും. അപ്പോൾ കമൻറ്റ് സെക്ഷനൊക്കെ അത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണോ ഓഫ് ചെയ്തിരിക്കുകയാണോ എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടി പിൻ ചെയ്തിട്ട് കുറേ അബദ്ധമൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അത് ഞാൻ അപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം ഗൈസ്. കമൻറ്റ് സെക്ഷൻ ഇപ്പോൾ ഓപ്പൺ ആണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓരോ ദിവസവും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അഹാനയുടെ PR നേരെ കുത്തിനെ പോയിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ കുത്തിക്കയറ്റി മുകളിലോട്ടേക്ക് കൊണ്ടുപോകാൻ നോക്കിയാലും അത് വീണ്ടും പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് നാണം കെടുക. ഇനിയിപ്പം തൻവി മറ്റേ വീഡിയോൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഇവർ റാൻഡംലി കുറേ ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് ചോദിച്ചുകൊണ്ട് കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അത് ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ആരും ഇട്ടതൊന്നും ഞാൻ കണ്ടിട്ടില്ല. സംഭവം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, എൻ്റെ കയ്യിലും അതുണ്ട്. അപ്പോൾ അത് വെറുതെ എടുത്തിട്ട് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ഇപ്പം പോയിട്ട് നിങ്ങൾ റെഡിറ്റിലോ വേറെ എന്തെങ്കിലും പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് കിട്ടും. വലിയ പാടൊന്നുമില്ല. അപ്പോൾ അത്രയെങ്കിലും കുറച്ച് നിങ്ങളും ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അടുത്തത് നമുക്കിനി നോക്കിയിരിക്കുക. ഇനിയിപ്പോൾ തൻവി എന്താണ് എക്സ്പ്ലനേഷൻ കൊണ്ടുപോയി വരുന്നത്, അമ്മൂമ്മ അങ്ങനെ അടിച്ചതിൻ്റെ റീസൺ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഒരു ഔട്ട്പുട്ട് എൻ്റെ ഒരു എന്താ പറയുക ആ ഒരു സംഭവത്തിന് നമ്മുടെ അനലൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെയും നടന്നുകൂടെ എന്നുള്ളൊരു എൻ്റെ ഒരു വ്യൂ പോയിന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതായിരുന്നു ഇത് സബ്ജക്റ്റിൽ. അത് കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി പോയിട്ട് ഒന്ന് കേട്ട് നോക്കൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ.